ഗ്രീനിഫൈ ഗാർഡനിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത് പറഞ്ഞാൽ ഒരു മുൻ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. നെറ്റ് കപ്പിനകത്ത് നമ്മൾ ഇതുപോലെ കപ്പിനകത്ത് പ്ലാന്റുകൾ നടുന്ന രീതിയാണ് നമ്മൾ നേരത്തെ കാണിച്ചിരുന്നത്. ഈ പ്ലാന്റുകൾ നടുന്നത് മാത്രമേ ഞാൻ കാണിച്ചിരുന്നുള്ളൂ, പക്ഷേ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് മാത്രം കാണിച്ചിട്ടില്ല. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പലരും ചോദിച്ചിട്ടുണ്ട്. അത് തന്നെയല്ല, പെറ്റൂണിയ മാത്രമല്ല, റോസയുടെ സ്റ്റെമ്മോ അല്ലെങ്കിൽ തെറ്റിയുടെ സ്റ്റെമ്മോ ഏത് സ്റ്റെമ്മോ നമ്മൾ ഇലയുള്ള ചെടികളെയൊക്കെ സ്റ്റെം ക്ലിപ്പിക്കാൻ പറ്റുമോ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അതെല്ലാം ഇതിന് ഒരേ ഉത്തരവേ ഉള്ളൂ. നമ്മൾ ഏത് സ്റ്റെം വേണമെങ്കിലും ക്ലിപ്പിക്കാൻ നമുക്ക്. നമ്മൾ സ്റ്റെം വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പറഞ്ഞാൽ, നമ്മൾ ഈ ഒരു സ്റ്റെമ്മിനകത്ത് വെക്കുമ്പോൾ ഇത് മറിഞ്ഞ് വീഴത്തില്ല എന്നുള്ള ഉറപ്പുള്ള തണ്ടുകൾ മാത്രമേ വെക്കാവൂ. എന്ന് പറഞ്ഞാൽ മേളിൽ ഭാരം കുറവായിരിക്കണം. താപ്പോട്ട് എത്ര ഇഞ്ച് താപ്പോട്ട് ഇത് തണ്ട് പോകുന്നോ അത്രയും ഇഞ്ച് മേളിൽ അതിൻ്റെ ഇരട്ടിയും കൂടെ ആകാം. 3 ഇഞ്ച് താഴെ പോയാൽ 3 ഇഞ്ച് മേപ്പോട്ട് വെക്കുന്നതിന് കൂടെ ഒരു 3 ഇഞ്ച് 6 ഇഞ്ച് വെക്കാൻ പറ്റും മേപ്പോട്ട് കളത്ത്. അങ്ങനെയുള്ള സ്റ്റെമ്മുകൾ മാത്രമേ നമുക്ക് ക്ലിപ്പിക്കാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത്. അപ്പോൾ കിളിച്ച സ്റ്റെമ്മുകൾ നമ്മൾ എങ്ങനെയാണ് പോർട്ട് ചെയ്യുന്നതെന്നുള്ള കാര്യമാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത്. നമ്മുടെ പെറ്റൂണിയുടെ തൈകളും ക്ലിപ്പിച്ചിട്ടുണ്ട്, ഒരു തെറ്റിയുടെ കമ്പും നമ്മൾ ക്ലിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും റൂട്ടായ പ്ലാന്റുകളാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാതെ എങ്ങനെ നടുന്നതെന്നുള്ളത് കാണിക്കാം, എന്താ ചെയ്യേണ്ടതെന്ന് കാണിക്കാം. പ്ലാന്റുകൾ നടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇതുപോലെ ഇങ്ങനെ പ്ലാന്റിൻ്റെ പെറ്റൂണിയ പ്ലാന്റാണിത്, ശരിക്കും റൂട്ടായ പ്ലാന്റാണ്. ഇതിൻ്റെ സൈഡിലെ ഈ കട്ടിങ്ങൊക്കെ ശരിയായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കണം. ചെറുതായിട്ട് കട്ട് ചെയ്താലും കുഴപ്പമില്ല, എന്നാലും ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ എന്തായാലും. കാരണം സ്വാതന്ത്ര്യമായിട്ട് അതിൻ്റെ വേറൂട്ടുകൾക്ക് പുറത്ത് വരാൻ വേണ്ടിയാണ് ഒന്നുകൂടെ. ശരിക്കും പെറ്റൂണിക്ക് വലിയ കട്ടിയുള്ള കനമുള്ള വേരുകളില്ല, എന്നാലും കുറച്ചുകൂടെ നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. മേശത്ത് ഈ സൈഡിൽ കട്ട് ചെയ്തതിനും കുഴപ്പമില്ല, ഈ താഴെയായിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. പിന്നെ ഈ താഴത്തെ ഈ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ കട്ടിങ് കൊടുക്കുക, ഇതുപോലെ ഇങ്ങനെ കട്ടിങ് കൊടുക്കുക. നമുക്ക് ഈ നെറ്റിനെ വേർപെടുത്തേണ്ട ആവശ്യമില്ല, ഇതുപോലെ തന്നെ വെച്ച് നമുക്ക് പ്ലാന്റ് കാണാം. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റൂട്ടൊന്നും പൊട്ടിപ്പോകത്തില്ല. അപ്പോൾ അതുകൊണ്ട് പ്ലാന്റ് പെട്ടെന്ന് കിളിച്ച് കിട്ടും. അപ്പോൾ ഇതാണിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് നടുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പോട്ട് മിക്സ് തയ്യാറാക്കിയിട്ടുണ്ട്. ശരിക്കും ചകിരിച്ചോറും മണ്ണും ബെർമി കമ്പോസ്റ്റും എല്ലാം ഇട്ടുള്ള റൂട്ടാണ് ആണുള്ള ചെറിയ ഒരു പോട്ട് മിക്സാണ് തയ്യാറാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ നെറ്റ് കപ്പിന് ഞങ്ങൾ വെച്ചാൽ മാത്രം മതി, വേറെ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് 2 നെറ്റ് കപ്പ് വേണമെങ്കിൽ നമുക്ക് ഒന്ന് വെക്കാം, 2 വെക്കാം. 2 പ്ലാന്റ് വേണമെങ്കിൽ ക്ലിപ്പിക്കാം. ഈ പ്ലാന്റ് നശിച്ചു പോകുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ നെറ്റ് കപ്പിനെ എടുത്ത് കഴുകിയെടുത്താൽ പിന്നെ തിരിച്ച് നമുക്ക് പിന്നെയും ഉപയോഗിക്കാവുന്നതാണ് ഈ നെറ്റ് കപ്പിനെ. ഇപ്പോൾ നമ്മൾ 2 കപ്പ് ഒരു പോട്ടിനകത്ത് നട്ടു, എന്നിട്ട് പോട്ട് മിക്സ് ഇട്ട് കൊടുത്തു. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ പോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ നെറ്റ് കപ്പ് മേപ്പോട്ട് നമ്മൾ കളന്നിരുന്നു പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. കളന്നിരുന്നാൽ ഒരു വിഷയം സംഭവിക്കാൻ പോകുന്നില്ല. ഇതേപോലെ അങ്ങ് പോട്ട് വെച്ചാൽ മാത്രം മതി. പോട്ടിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം നേരത്തെ മുൻ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മണ്ണ് നമ്മൾ പോട്ട് മിക്സൊക്കെ ഇട്ടുമ്പം കൂന കൂട്ടി ഇതുപോലെ വെക്കണം. ശരിക്കും താപ്പോട്ടിങ്ങനെ ചരിവ് വേണം, എപ്പോഴും 1 ഇഞ്ച് ചരിവെങ്കിലും താപ്പോട്ട് നിൽക്കണം. വെള്ളം നാളെ ഒഴിക്കുമ്പോൾ സൈഡിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. വെള്ളം വാർന്ന് സൈഡിൽ പോകും കൂടുതലായി കഴിഞ്ഞാൽ. അപ്പം വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്ലാന്റ് പെട്ടെന്ന് നമുക്ക് ഡ്രൈ ആയി കിട്ടാൻ, പോട്ട് മിക്സ് എല്ലാം ഡ്രൈ ആയി കിട്ടും. നമ്മൾ സൈഡിൽ ഒഴിച്ചു കഴിഞ്ഞാൽ, നേരെ സെൻറ്ററിൽ ഒഴിച്ചു കഴിഞ്ഞാൽ സെൻറ്ററിൽ കൂടുതൽ വെള്ളം പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ എല്ലാ വീഡിയോയിലും ഞങ്ങൾ പറയുന്നുണ്ട് സൈഡിലെ വെള്ളം ഒഴിച്ചു കൊടുക്കാവും. പെറ്റൂണിക്ക് ബാക്കി പ്ലാന്റുകളെ പോലെ പ്ലാന്റുകളെ പോലെ അല്ല, പെറ്റൂണിയ ഈ സെൻസിറ്റീവ് ആയതുകൊണ്ടാണ് നമ്മളത് പറയുന്നത്. അപ്പോൾ അടുത്ത് നമ്മളിത് തെറ്റിയുടെ കമ്പ് കിളിപ്പിച്ചിട്ടുണ്ട്, അത് നടന്ന് കാണിക്കാം. തെറ്റിയുടെ കമ്പ് കിളിപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിന് ശരിക്കും നമുക്ക് സൈഡിലെ ജാലി കുറേയുടെ കട്ട് ചെയ്ത് കളയണം. നമ്മൾ മറ്റേ പ്ലാന്റ് കട്ട് ചെയ്ത പോലല്ല, ചേറെ കട്ട് ചെയ്യണം. പിന്നെ സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് വിടുക, ഇങ്ങനെ സാപ്പോട്ട് ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. ഇതേപോലെ നമ്മൾ ഇതുപോലത്തെ ഒരു പോട്ട് എടുക്കുക. പോട്ട് എടുത്തിട്ട് നമ്മൾ ശരിക്കും ഇതിൻ്റെ ഹോളൊക്കെ നല്ല ഫസ്റ്റ് ഓപ്പൺ ചെയ്യുക. തെറ്റ് നടാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. തെറ്റ് നമ്മൾ നടുമ്പം ചെറിയൊരു പോട്ടിലോട്ട് മാത്രം നട്ടാൽ മതി ആദ്യം. പിന്നെ നമുക്കിതിനെ വലിയ പോട്ട് നട്ടാൽ മതി. അപ്പോൾ ആദ്യം നമ്മൾ നടുമ്പോൾ ചെറിയൊരു പോട്ട് മതി. അപ്പോൾ ആദ്യം ഞാൻ അടിയിൽ വെച്ചാൽ ചരലിട്ട് വെക്കാം. ഈ ഹോളൊക്കെ ഒന്ന് കറക്റ്റ് ലെവലാക്കി വെക്കാം. എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പോട്ട് മിക്സ് ഇടുമ്പോൾ വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒലിച്ചു മാറുകയും ചെയ്യണം. പോട്ട് മിക്സ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഇട്ടിരിക്കുന്ന പോട്ട് മിക്സ് അത് ഇറങ്ങി ആ താപ്പോട് വെള്ളം ഒഴിക്കാൻ പോകരുത്. അതിനുവേണ്ടി നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പോട്ട് മിക്സിനകത്ത് നമ്മൾ ആദ്യം ഇച്ചിരി പോട്ട് മിക്സ് ഇട്ട് കൊടുക്കുക ആദ്യം. അത് കഴിഞ്ഞ് നമുക്ക് ഈ പ്ലാന്റിനെ അങ്ങ് നട്ട് കൊടുത്താൽ മതി. ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് നേരത്തെ മുൻ പറഞ്ഞ പോലെ തന്നെ കട്ട് ചെയ്ത പ്ലാന്റിനെ നമ്മൾ അടിയോട്ട് വെച്ച് കൊടുക്കുന്നു.
ഈ തെറ്റിയിൽ നിറച്ച് പൂക്കളൊക്കെ ആയി ശരിക്കും റൂട്ടൊക്കെ ആയി നല്ല ഫസ്റ്റ് പിന്നെ സെറ്റ് ആകുമ്പോൾ നമ്മൾ പിന്നെ ഒരു 6 മാസം കഴിഞ്ഞ് നമ്മൾ ശരിക്കും വലിയ പ്ലാന്റ് ആകുമ്പോൾ മാത്രം നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഇതൊന്ന് ഇളക്കി നമുക്ക് വലിയൊരു ബോട്ടിലോട്ട് വാങ്ങാം, ഷിഫ്റ്റ് ചെയ്ത് മാറ്റാവുന്നതാണ്. അതിന് ബാക്കി വെള്ളമൊക്കെ കൊടുത്ത് ഇങ്ങനെ മാറ്റി വെക്കുക. ഒരു 3-4 ദിവസത്തേക്ക് നമ്മളങ്ങ് വലിയ വെയിലത്തൊക്കെ ആയിരിക്കുക. അത് കഴിഞ്ഞ് നല്ല വെയിലത്ത് തന്നെ തെറ്റിയിരിക്കണം. തെറ്റി അങ്ങനെ നല്ല വെയിലത്ത് മാത്രമേ പൂക്കളാവത്തുള്ളൂ. ഈ കാണുന്ന പോലെ തന്നെ നമ്മുടെ പെറ്റോണിയയും ഈ തെറ്റി നമ്മൾ ഇതുപോലെ തന്നെ നട്ടെടുത്ത് നമ്മൾ നല്ല ഉഷാറാക്കി കിളിച്ച് വരുമ്പോൾ നമ്മൾ ഈ പ്ലാന്റിനെ നമ്മൾ ഇത് ഹാങ് ചെയ്യുകയും ഇത് നിലത്ത് വെക്കുകയും ചെയ്താൽ മാത്രമേ നല്ല വെയിലത്ത് തെറ്റി വെക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ നെറ്റിൻ്റെ കപ്പിനകത്ത് നട്ട് നമുക്ക് നിഷ്പ്രയാസം നമുക്ക് തണ്ടുകൾ ക്ലിപ്പിച്ചെടുക്കാനാണ്. ഇതുപോലെ പോർട്ട് ചെയ്തെടുക്കാനും എളുപ്പമുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന പല ആൾക്കാരും നമ്മൾ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഈ വീഡിയോ ആദ്യം കാണുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും ആരും മറക്കരുത്.